നന്നായി കഴുകി വൃത്തിയാക്കും. അപ്പൊ ഇങ്ങനെ ഒരു മണിയാറ നേടിയെടുത്തിരിക്കുകയാണ്. കയറ്റി വെക്കുമ്പോഴത് അവസ്ഥ ഇതെന്ത് എന്താ പോവാനുള്ള ഉദ്ദേശിക്കുന്നില്ലേ? നമ്മൾ ഇന്ന് ഇവിടെ നമ്മുടെ മണവാട്ടിനെ കൂട്ടിക്കൊണ്ട് നിൽക്കാണ്. ഇന്നലെ അവരുടെ വീട്ടിലായിരുന്നു, ഇന്നിപ്പോ നമ്മുടെ വീട്ടിലാണ്. ഇവിടെ ഇപ്പൊ നമ്മുടെ മണവാളൻ ടീംസ് ഉണ്ട്, ഷെജിൽക്കുണ്ട്, ഷെജിൽക്കുണ്ട്, മണവാളിനും മണവാട്ടിയും ഫ്രണ്ട്സും ഉപ്പയും ഉമ്മയും എല്ലാവരും ഉണ്ട്. നമുക്ക് ആദ്യം മണവാളിനോട് ചോദിക്കാം, ഇന്നലെ അവിടെ എന്തൊക്കെ പണിയൊക്കെ കിട്ടിയിരുന്നു, അവിടെ എന്തൊക്കെ പണി കൊടുത്തു എന്ന് കേട്ടോ എന്താന്ന് നമുക്കറിയില്ല. അതെ, ഇന്ന് അതനുസരിച്ചിരിക്കും മണവാട്ടിക്കും മണവാളിനും ഇവിടെ കിട്ടുന്ന പണി. ഒന്നിച്ചുള്ള പണി വേറെ. അതെ, ഇന്നലെ എനിക്കും പണി കിട്ടിയിരിക്കുന്നു കേട്ടോ, മണവാളിന് മാത്രല്ലേ. അതെ, നമ്മുടെ മോനക്ക് ഇന്നലെ പണി കിട്ടിയെന്ന് പറഞ്ഞു നോക്കുമ്പോ എട്ടും പൊട്ടും തിരിയാത്ത ചെക്കനാണ്. ആ ചെക്കനെ നമ്മളാരും ആണുങ്ങളാരും ഇല്ലാത്ത സമയത്ത് ഈ പീറ എട്ടും പൊട്ടും തിരിയാത്ത ചെക്കനെ അവരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്തു? അതാണ് വെളിപ്പെടുത്തേണ്ടത് ഈ ലോകത്തിന് മുന്നില്. ഫസ്റ്റ് പാല് തന്നു, പിന്നെ പഴം തന്ന്, ഒരു മോതിരം തന്ന്. അപ്പൊ ആ മോതിരം കിട്ടുന്ന്. പിന്നെ എന്നിട്ട് പറഞ്ഞ് കരുത്ത് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ 5 പിടി മത്സരത്തിൽ തോൽപ്പിക്കണമെന്ന് നമ്മളോട്. അത് അവിടുത്തെ മുന്നത്തെ അളിയനെ തോൽപ്പിക്കണമെന്ന്. എന്തിനാ സംഭവിച്ചിട്ടുണ്ടാവും? അളിയനും അളിയന്റെ അളിയനും കൂടി ഒത്തുപിടിച്ചാ പോലെ മുട്ടില്ല നമ്മളെ മണവാളം. അളിയനും അളിയന്റെ അളിയനും ഒത്തുപിടിച്ചാലും മണവാളിനെ പൊട്ടിക്കാൻ പറ്റിയില്ല. ശാലി ഫുൾ സപ്പോർട്ട് വരുന്നത്, ഫുൾ മസാജിങ്ങും ശാലി ഫുൾ സപ്പോർട്ട് മാത്രല്ല അവിടുത്തെ കംപ്ലീറ്റ് കുട്ടികളും ഇക്കരുന്ന സപ്പോർട്ട്. അതല്ല, ഇതൊക്കെ നടക്കുമ്പോ ശാലോട് എങ്ങനെ ഇരിക്കുന്നു? ശാലി ഫുൾ സപ്പോർട്ട് വരുന്നത് ചിരിങ്ങായിരുന്നു. പോളിസി പറഞ്ഞെടുത്ത് മണവാളൻ ആടാൻ പറഞ്ഞ ആടണം, പാടാൻ പറഞ്ഞ പാടണം. കണ്ടാ, ഇതിന്റെ ഫസ്റ്റ് മുതലേ ഇതെന്ന് പഠിപ്പിച്ചെന്ന സ്ലോഗനാ? എത്ര വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചെന്ന സ്ലോഗനാ? ഇത് ഞങ്ങൾ കോളേജില് ഒപ്പം പഠിച്ചപ്പോ തൊട്ട് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത ഫസ്റ്റ് പരിചയപ്പെട്ട് പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ് മണവാളം ആടാൻ പറഞ്ഞ ആടണം, പാടാൻ പറഞ്ഞ പാടണം. എന്നിട്ട് അങ്ങനെ അത് കഴിഞ്ഞു കരുത്ത് തെളിച്ചു. എന്നിട്ട് പറയണ ഇത് മാത്രം പോരാ, ഒരു കോസ്റ്റ്യൂം എടുത്ത് തന്നു. ഇത് മാറിയിട്ട് വായുവെന്ന് പറഞ്ഞു. മാറിയിട്ട് വന്നിട്ട് അതിന് ശേഷമാണ് മനസ്സിലായത് തട്ടുകട ഉണ്ടാക്കാനാണ്. തട്ടുകട തോന്നിയിട്ടില്ല. എല്ലാം അറിയാലോ. ഇവര് റിട്ടയർഡ് മണവാള വീടിന്റെ ക്യാമറമാൻ ആയിരുന്നു, പിന്നെ ആർട്ടിസ്റ്റ് ആയിരുന്നു, എല്ലാമായിരുന്നു. വളർന്നു വന്നാണ് കാലമായിട്ട് കൂടില്ലാന്നുള്ളൂ. അതാണ് ഇപ്പൊ റിട്ടയർഡ്. ഓക്കെ, കം ബാക്ക് ടു ദി പോയിന്റ്. അപ്പൊ അങ്ങനെ ചായ അടിച്ചു കൊടുത്ത്, ബൂസ്റ്റ് അടിച്ചു കൊടുത്ത്, ഓംപ്ലേറ്റ് തിരിച്ചു മറിച്ച് അയറിലിട്ട് അടിച്ചു കൊടുത്തില്ല. ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ചെക്കൻ ഇന്നലെ ഉണ്ടാക്കിയെന്ന് അറിയോ? ഇന്നലെ ഇന്നവരെ നോ ബോർലിക്സ് എന്താന്നറിയോ ആർക്കെങ്കിലും? ബോർലിക്സ് എന്താന്ന്? അത് മിക്സ് ചെയ്തടിച്ച സാധനമാണ് ബോർലിക്സ്. അങ്ങനെ ബോർലിക്സ് ഇന്നലെ അടിച്ചു കൊടുത്ത്. അവരൊക്കെ ചോദ്യം തരുന്ന അറിയോ? ബാംഗ്ലൂർ ഒളിവില് പോയപ്പോ തട്ടുകട ഇരുന്ന പണിയെന്ന്. ഓംപ്ലേറ്റ് കറക്കടിച്ചത് എല്ലാരും തുടങ്ങിയില്ലേ കയ്യടി. എന്താ മനസ്സിലായി? അറിയാത്ത പോലെ നടിക്കാണ്. ഇനി നാളെ മുതല് ഇവിടെ ചായ ഒറ്റയ്ക്ക് അടിച്ചു പിടിക്കുക. അതല്ല, ഒരു മിനിറ്റ്, നമ്മൾ ആദ്യം ശാലുവിനെ പണി കൊടുക്കാൻ പ്ലാൻ നമുക്ക് എത്ര കൊണ്ട് പണി കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം ശാലുവിന് നമുക്ക് പണി കൊടുക്കാം. അതിനാണ് കിട്ടിയ പണി ചോദിച്ചറിയണം. നീ ശരിക്കും വിടാൻ പോവാട്ടാ. ശരിക്കും ഉണ്ടാക്കിയില്ലേ? ഇവിടെ നമ്മള് എല്ലാ മ്യൂസിക്കും നമ്മൾ സെറ്റ് ചെയ്ത് തരും. ആക്ഷൻ കാണിച്ചാൽ മതി. ഒന്ന് എണീറ്റ് നിൽക്കുക, ഒരു നല്ലൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുക.
അപ്പൊ എടുത്തിട്ടുണ്ട്. കോഴി മുട്ടുന്ന സീനായിരുന്നു നോക്കിയത്. മുട്ടിട്ടുള്ള സൗണ്ട് ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് വേണ്ടിട്ടൊന്ന് മുട്ടട്. ഇപ്പൊ മുട്ടടാന് ഏറ്റവും അടിപൊളി ആരാ വെച്ചിട്ടുണ്ടെ? ഇപ്പൊ മുട്ടടാൻ ഏറ്റവും അടിപൊളി ഇവരാ. ഇവരെ കഴിഞ്ഞിട്ടുള്ളൂ മുട്ടടാന് ആർക്കും കഴിവ്. ആലുവിനെ കൊണ്ട് നമുക്ക് മുട്ടടിപ്പിക്കാം. ആലിനെ മണവാട്ടിനെ കൊണ്ട് മുട്ടടിപ്പിക്കാൻ ഒരു എതിർപ്പുണ്ട്. ആ മുട്ടക്ക് എനിക്കുള്ളതാണെന്നാണ് മണവാടൻ പറയണത്. എനിക്ക് വേണ്ടിട്ട് രമണൻ കോതിലിറക്കി ഇറങ്ങുന്നതാണ്. സോണിയ ആദ്യം മുട്ട എങ്ങനെ ഇടാന്ന് അവള് കാണിച്ചു തരട്ടെ. ഞാൻ അതുപോലെ ഇട്ട് കാണിച്ചു തരാം. ശാലാടെ മുട്ട കാണണം എനിക്ക്. അല്ല മുട്ട കാണണം. ആ ഷേപ്പിലിടാനാ. അത് എത്രത്തോളം ആ മുട്ടക്ക് എത്രത്തോളം വണ്ണുണ്ട് നീളുണ്ട് നോക്കണ്ടേ? കോഴിയുടെ മുട്ട വണ്ണം നോക്കിട്ട് ഇടാനാ മുട്ട. ആ മുട്ടക്ക് എത്രത്തോളം വണ്ണുണ്ട് വലിപ്പുണ്ട് നോക്കാം. ഒരു കാര്യം എത്രത്തോളം ആക്ഷൻ ആണെങ്കിൽ ഞാൻ എത്രത്തോളം മുക്കാം. ഇനി നമുക്ക് പണ്ടത്തെ പണി കഴിഞ്ഞു. മതി, ബാക്ക് ടു ദ പോയിന്റ്. മണാലിന്റെ മണവാട്ടിയുടെയും പണി. ഓൻ മുട്ടയ്ക്ക് കയറും വേറെന്തോ ആണോ ഇട്ടതൊരു സംശയം. പാൻറ് പറ്റിട്ട് എന്ത് മണക്കണ്. ഷാലു മുട്ടക്കറി ഉണ്ടാക്കും. ഇക്ക അതെന്താ ഇടുന്ന് ഇളക്കണെന്നൊക്കെ ഇക്ക പറയും. നന്നായി കഴുകി വൃത്തിയാക്കുക. താഴേക്ക് കൊണ്ടുവരിക. ചിക്കൻ കറി റെഡി. ഷാലുവിനോട് സിനിമ പറഞ്ഞു കൊടുക്കും. ഷാലു അത് ആക്ഷൻ ചെയ്ത് ഇക്കാക്ക് പറഞ്ഞു കൊടുക്കണം. ഒന്നാമത്തത് ഒന്നാമത്തത് പല്ല് പല്ലി പല്ലി പായാണോ? പായല്ലേ? രണ്ടാമത്തത് പാ വെച്ചിട്ടുള്ള അക്ഷരാണ്. പാ വെച്ചിട്ടുള്ളതാണ്. 4 അക്ഷരേ ഉള്ളൂ. പാ. രണ്ടാമത്തത് ലൈറ്റർ പടക്കം. 3 അക്ഷരേ ഉള്ളൂ. 4 അക്ഷരം. ഫസ്റ്റത്തെ അക്ഷരം പാ. രണ്ടാമത്തെ അക്ഷരം പടക്കം. അക്ഷരം പാ പടക്കം ഡാ പട പട പാണ്ടിപ്പട പട പടയപ്പ പട 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 വെച്ചിട്ട് ഏതാ പുതിയ പടം? മുടി ഷാള് മുടി വെള്ളം പടക്കളം. അപ്പൊ എനിക്കുള്ള ടാസ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കാണിക്കാൻ വേണ്ടിട്ട് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ളത് ഒരു റീക്രിയേഷന്റെ ഭാഗമാണ്. അപ്പൊ ഞാൻ ഇപ്പൊ എടുത്തുതരാം. സിമ്പിളാണ്.
മുങ്ങിക്കപ്പൽ. ശ്രദ്ധിക്കാൻ പറ. അനിയമ്പാവ ചേട്ടമ്പാവ. വേറൊരു കത്തി. മുങ്ങിപ്പോയി. ചോട്ടാ മുംബൈ. ഇനി പാടും പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ പാടും അപ്പൊ ഡാൻസ് കളിക്കും അല്ലേ? ഓക്കെ. തുമ്പി തുത്തുരുത്തുരുത്തു തുമ്പി തുത്തുരുത്തുരുത്തു കല്ല് വിരിഞ്ഞു ഇനിയും വരാതെരുണ്ട് ഇനിയും വരാത്തതെന്തേ? തുത്തുരുത്തുരുത്തു തുമ്പി തുത്തുരുത്തുരുത്തു നമ്മളെല്ലാരും കൂടി പാടും ഇവള് കളിക്കും. ഓക്കെ. Take it, take it, thumb, take it, take it, thumb, take it, thumb, take it. ഇപ്പേ പാട്ട് പാടാനുള്ള കഴിവുണ്ട്, ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ട്, മനസ്സിലായി? ഇനി പാട്ട് പാടി ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ട് അറിയണ്ടേ? ഇനി പാട്ട് പാടിട്ടൊപ്പം ഡാൻസ് കളിക്കണം. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൽ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ, ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. അഴകൊക്കെ കേറണ്ടല്ലേ? തീ അപ്പൊ കൈ പൊള്ളിയാൽ എങ്ങനെ പെട്ടെന്ന് അഭിനയിച്ച് കാണിച്ചു? കൈ പൊള്ളിയാലുള്ള എന്റെ റിയാക്ഷൻ പെട്ടെന്ന്. ഇത് മറ്റേ സെലികുമാർ ചെസ്സിലില്ല. അയ്യോ എന്റെ കണ്ണി കുത്ത് ചായ കൈ പൊള്ളിയാല്. അതെ, ഒരു ചെറിയ നായക്കുട്ടിക്ക് കല്ല് ഏറ് കൊണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് റിയാക്ഷൻ വിത്ത് സൗണ്ട് എഫക്റ്റ് റിയാക്ഷൻ. നമ്മുടെ എല്ലാ പണികളും ഐസ് ബ്രേക്കിങ്ങും റാഗിങ്ങും ഒക്കെ അവിടെ കഴിഞ്ഞ് വിജയികളായിട്ട് നിൽക്കണ രണ്ടാളും. അപ്പൊ ഇങ്ങനെ ഇവര് മണിയറ നേടിയെടുത്തിരിക്കുകയാണ്. ഈ സെക്ഷന്റെ എന്റെ ആയിട്ട് ഇവര് മണിയറ സ്വന്താക്കിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവരെ മണിയറാക്കി കേട്ടാ. ഉപ്പ സമ്മതല്ലേ? ഉമ്മാക്ക് സമ്മതല്ലേ? എല്ലാവർക്കും സമ്മതല്ലേ? ടിപ്പാട്ടൊക്കെ ഓടി പാടി കയറ്റി, കുറച്ച് കയറ്റി വെക്കുമ്പോഴത് അവസ്ഥ. ഇതെന്ത്
എന്താ പോവാനുള്ള ഉദ്ദേശിക്കുന്നില്ലേ? എന്താ അവസ്ഥ? പോവില്ല. എങ്ങനെ നിങ്ങൾ ഒറ്റ പേടിയാവൂലേ? എന്താ പോവാത്ത്? സമ്മതിക്കില്ല. എന്തൊക്കെ ചെയ്യണമെന്ന് ഉപ്പിമ്മയും പറഞ്ഞു. ഞാനൊന്ന് കണ്ടോട്ടെ. എന്നാലും പറ. മുതലാളിയെ വിരിക്കാൻ പറ്റില്ല. അത് ഞങ്ങളുടെ ആകെ കൂടിയിട്ട് മൂത്ത മോനാണത്. ഇതിന് ഒറ്റക്കാക്കാൻ ഞങ്ങളുടെ കൽബ് അനുവദിക്കണില്ല. പിന്നെ അതുപോലെ ശാലുവിനെ അവിടുന്ന് നമ്മള് നോക്കുന്നു. ഉമ്മാടി പഴം കയ്യിലെ എത്തിച്ചെന്നിട്ട് നമ്മുടെ ഉറക്കം കളഞ്ഞിട്ട്